ഒരു പേജെങ്കിലും ഓതാൻ സമയം കാണണം. സിനിമ പാട്ടും സീരിയലും മാപ്പിളപ്പാട്ടെന്ന പേരിൽ ഇന്നിതാ ഈ സദസ്സിൽ മൊബൈലില്ലാത്ത ആളുകൾ എത്ര? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈലാണല്ലോ. മൊബൈലില്ലാത്തവരുണ്ടാകൂല്ല. നിങ്ങളെ മൊബൈലുകളിൽ, നിങ്ങളെ സൂക്ഷിപ്പിലുള്ള ചിപ്പുകളിൽ, അല്ലെങ്കിൽ നെറ്റ് അതാ ഓപ്പണിലുള്ള ആളുകൾ ഏതൊക്കെയാണ് ഇഷ്ടാനുസരണം മാപ്പിളപ്പാട്ടെന്ന പേരിൽ ആണും പെണ്ണും പ്രേമം പങ്കിടുന്ന പാട്ടുകൾ, ഗാനങ്ങൾ എത്രയാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നിട്ട് ക്യാൻസർ മാറാൻ ദ്വാരക്കാണ്, പള്ളിയിൽ വന്നിട്ട് അതാ ജുമഅക്ക് കൂടാണ്, ഹറാമായ തോന്നിവാസം ബ്ലൂ ഫിലിം വരെ നിറച്ചു വെച്ചിട്ട് മൊബൈലിൽ അതും കയറ്റി വെച്ചിട്ട് നീ റസൂലുള്ളാന്റെ മജ്ലിസിൽ വന്നാൽ അല്ലാഹുവിന്റെ റസൂല് നിന്നെ ശ്രദ്ധിക്കൂല, റബ്ബ് നിന്നെ കബൂലാക്കൂല. ഓ ഉമ്മമാരെ, എല്ലാ സ്വലാത്തിലും പറയാറുള്ളത് പോലെ ബായാറ് സ്വലാത്ത് പണത്തിന് വേണ്ടി നടത്തുന്ന സ്വലാത്തല്ല. ഈ മഹത്തായ സ്വലാത്ത് ജനങ്ങളുടെ ഹിദായത്ത് ഉദ്ദേശിച്ച് മാത്രം സംഘടിപ്പിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഹബ്ബീങ്ങൾ ലോകത്ത് വർദ്ധിക്കണം. തങ്ങളെ മദ് ചെയ്യുന്ന മാദഹീങ്ങൾ ഒരുപാട് വേണം. അവിടത്തെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന കുറെ സ്വലാത്ത് ചെല്ലുന്ന തങ്ങളെ അതാ ആശിഖീങ്ങൾ വേണം എന്ന ചിന്തയിലല്ലാതെ അമലില്ലാത്ത നാം, ഇൽമില്ലാത്ത നാം, എല്ലാം കൊണ്ടും കുറവുള്ള നാം ഹബീബിനെ കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലോ എന്ന് ചിന്തിച്ച് നടത്തുന്ന ഈ സ്വലാത്ത് ഒരു ഭൗതിക താല്പര്യത്തിലും നടത്തുന്നതല്ല. അതുകൊണ്ട് അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് ഒരൊറ്റ പെണ്ണും ആണും ബായാറ് സ്വലാത്തിന് വരേണ്ടതില്ല. അത് ഹബീബിനെ സഹിക്കൂല. അല്ലാഹുവിന്റെ ഹബീബിനെ സഹിക്കാത്തത് റബ്ബ് സുബ്ഹാനഹു വ തആലാക്കും സഹിക്കൂല. ഹറാമ് നിർത്തിവെക്കണേ, ഹറാമ് സ്റ്റോപ്പ് ചെയ്യണേ. ബദരീങ്ങളെ വീട്ടിൽ ധാരാളം വിളിക്കണേ. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ എന്ന നിലക്ക് മുൻകാല മഹത്തുക്കൾ അസ്ഹാബുൽ ബദറിനെ തവസ്സുലാക്കിയ പദ്യങ്ങൾ അറിയൂലേ ഉമ്മ? നിന്റെ വീട്ടിൽ സ്ക്രീനുകൾ വന്നപ്പോ, നിന്റെ കയ്യിൽ മൊബൈൽ വന്നപ്പോ നീ സിനിമന്റെ പിന്നിലായോ? നീ മാപ്പിളപ്പാട്ടിൽ ലയിച്ചോ? ഓരോ ആളുകളുടെയും മൊബൈലിൽ ടൂൺസായി സെറ്റ് ചെയ്തിരിക്കുന്ന മാപ്പിളപ്പാട്ട് മുഴുവനും ഡിലീറ്റ് ചെയ്യണേ, മുഴുവനും വലിച്ചെറിയണേ. റസൂലുള്ളാഹിനെ ഖൽബിൽ നിറക്കണേ. ആ ഹബീബിനെ കാണാൻ ആശയില്ലേ ഉമ്മ? ആ ഹബീബിനെ കാണാൻ ആശയില്ലേ ചെറുപ്പക്കാരെ? ഞാൻ പറയുന്നത് ഹബീബായ തങ്ങള് അവിടുത്തെ ശിഷ്യരായ മുആദ് തങ്ങൾക്ക് നൽകിയ ഉപദേശം ഉൾക്കൊണ്ടിട്ടാണ്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. തങ്ങളെ വിട്ടുപിരിഞ്ഞ് യമനിൽ പോയിട്ട് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്താൻ അതാ പ്രയാസം കണ്ടപ്പോ ഹബീബ് ആശ്വസിപ്പിക്കുകയാണ്, മുആദ് വിഷമിക്കണ്ട, വേർപാടിന്റെ ദുഃഖം വേണ്ട, സങ്കടപ്പെടണ്ട. നിങ്ങൾ കാരണം, നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ഉപദേശം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന സുന്നത്ത് ജമാഅത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം പുൽകിക്കഴിഞ്ഞാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഖൈറെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, ഉപ്പാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉപ്പാപ്പയുടെ ആഹ്വാനം കൽബിൽ നിറച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഒരാളിൽ നിന്നും ഒരു 5 പൈസയുടെ ഉപകാരവും കണ്ടിട്ടല്ല ഹബീബിന്റെ സ്വലാത്ത് വർദ്ധിച്ചിട്ട് ആ മുഹബ്ബീങ്ങൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് ബായാറിന്റെ ഈ ഭൂമിയിൽ അധികരിച്ച് പരിശുദ്ധ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രി ചൊല്ലിയിട്ട് മദീനയിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ആ സ്വലാത്തുകളെ സമർപ്പിച്ചത് കാരണം ചെറിയ കാലായുസ് തീർന്ന് ശ്വാസമടങ്ങി സക്കറാത്തിന്റെ സമയം മലായികത്ത് തങ്ങളെ കാണിക്കുമ്പോ സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്
എന്ന് പറയാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സാധുവായ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് സകല വിശ്വാസിനികളോടും പറയട്ടെ, ഹറാമുകൾ നിർത്തിവെക്കണേ. ഒരു ഹറാമിന്റെ ചിന്തയും വേണ്ട, ഒരു ഹറാമിന്റെ ഇടപെടലും വേണ്ട, ഒരു ഹറാമിന്റെ റൂട്ടിലും വേണ്ട, ഒരു ഗുണ്ടാസെറ്റിലും പെടണ്ട. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ദീനിന്റെ ഖാദിമീങ്ങളായി പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് ദീനിന് ചെറിയ കാല ആയുസ്സും അല്ലാഹ് തന്നത് മുഴുവനും സമർപ്പിക്കണേ ജനങ്ങളെ. അങ്ങനെ ഹബീബിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെന്ന് പറയുന്നു, മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ഹബീബിന് ആര് വഴിപ്പെട്ടു, ആ തങ്ങൾ പഠിപ്പിച്ച ആശയം ആര് ഉൾക്കൊണ്ടു, അവര് സ്വർഗത്തിൽ തന്നെ. അതിനെതിരെ ദുന്യാവിന്റെ താല്പര്യത്തില് ഈ ദുന്യാവിന്റെ ഇച്ഛയിൽ മുഴുകിയിട്ട് നീ ഹറാമും കണ്ടിട്ട് നിന്റെ കണ്ണിനെ മലിമസപ്പെടുത്തിയാൽ, നിന്റെ മനസ്സ് ദുഷിപ്പിച്ചാൽ, നിന്റെ വസ്ത്രധാരണം മോശമാക്കിയാൽ, നീ കഴിക്കുന്നത് മോശപ്പെടുത്തിയാൽ, നീ കുടിക്കുന്നത് അനുവദിക്കപ്പെടാത്തതായാൽ ഹബീബിന്റെ എതിരാളിയ ശാശ്വതമായ നരകത്തിലെ അഹലുകാരിൽ നീ അംഗമാണ് കേട്ടോ. ഹബീബിനെ സ്നേഹിക്കണേ ജനങ്ങളെ. ഉമർ ഖാദി തങ്ങളെ ആശിഖുർ റസൂലല്ലേ, മദീനത്ത് ചെന്നില്ലേ, ഉപ്പാപ്പ ഹബീബിനെ വിളിച്ചില്ലേ, വാതിൽ തുറക്കാതെ അടഞ്ഞു കിടന്നില്ലേ. ആ സമയത്ത് അടക്കപ്പെട്ട റൗളയുടെ കവാടം തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടും അനുവാദം കിട്ടാതെ വിഷമിച്ചപ്പോ നേരെ ഡയറക്റ്റ് വിളിക്കുന്നു. മദീനയുടെ ആ മലർവാടിയിൽ വിശ്രമിക്കുന്ന റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് വിളി കാരണം ഉമർ ഖാദി തങ്ങൾക്ക് അല്ലാഹ് കൊടുത്ത ദറജ കറാമത്ത് കൊണ്ട് റൗളയുടെ കവാടം തുറക്കപ്പെട്ടിട്ടില്ലേ. വലിയ കറാമത്ത് കൊണ്ട് ശുഹറത്ത് സിദ്ധിച്ച മഹാനല്ലേ. ബ്രിട്ടീഷുകാര് ചാവക്കാട് ജയിലിൽ അടച്ചിട്ട് ആ അടക്കപ്പെട്ട ജയിലിന്റെ ഉള്ളിൽ നിന്ന് പാതിരാത്രി തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ചിട്ട് പൂട്ടിയിട്ട ജയിലിന്റെ ഉള്ളിൽ നിന്ന് ഒരാളും തുറന്നു കൊടുക്കാതെ പിറ്റേ ദിവസം നേരം പുലർന്നു നോക്കിയപ്പോ വെളിയങ്കോട് നാട്ടിൽ തിരിച്ചെത്തിയതല്ലേ. ഇതവിടത്തെ കറാമത്ത് അറിയിക്കുന്ന നിലക്ക് വെളിയങ്കോട് മഹല്ല് ജമാഅത്ത് പ്രസിദ്ധീകരിച്ച അതാ താരീഖിൽ ഉമർ ഖാദി തങ്ങളെ താരീഖിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ. ആ വലിയ കറാമത്ത് കൊണ്ട് ശുഹറത്ത് സിദ്ധിച്ച ഉമർ ഖാദി തങ്ങൾ പറയുന്നു, മക്കള് നിങ്ങൾക്ക് ദുന്യാവും ആഖിറവും രക്ഷപ്പെടണോ എങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയാണ് ഹബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഉൽ അമൽ. അമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമല് അത് ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അവിടുത്തെ മദ്ഹ് ചെയ്യലാണ്. ആ മദ്ഹിന്റെ സ്നേഹത്തിന്റെ വലിയ മജ്ലിസാണ് ബയാറ് സ്വലാത്ത് മജ്ലിസ്. നിങ്ങൾ ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? 2 കിഡ്നിയും ഫൈൽഡായിട്ട് ഡയാലിസിസ് പോലും നടക്കൂല എന്ന് പറഞ്ഞ് നീര് മൊത്തം വീർത്തുമുട്ടിയിട്ട് നിന്നെ ഡോക്ടർമാര് കൈവിട്ടിട്ടുണ്ടോ? നിനക്ക് മാറാത്ത വെള്ളപ്പാടിന്റെ രോഗമുണ്ടോ? കുഷ്ഠരോഗമുണ്ടോ? മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ടോ? കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ? ഇങ്ങനെ നിന്റെ പെൺമക്കൾക്ക് കല്യാണം ശരിപ്പെടാതെ, ആൺമക്കളെ കല്യാണവും ശരിപ്പെടാതെ, വീടില്ലാതെ വാടക വീട്ടിലും വീടിന്റെ പണി തുടങ്ങിയിട്ട് പൂർത്തിയാകാതെ, ജോലിയില്ലാതെ വിഷമിച്ച്, ബാപ്പ പോയിട്ട് വർഷങ്ങളായി കാണാനില്ല, മകൻ പോയിട്ട് വർഷങ്ങളായി കാണാനില്ല, നിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അകാരണമായി ജയിലുകളിൽ തുറങ്കിലടക്കപ്പെട്ടിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ദുന്യാവിന്റെ താല്പര്യങ്ങളുണ്ടോ, ആവശ്യങ്ങളുണ്ടോ, ഏത് രോഗങ്ങളുണ്ടോ, എല്ലാത്തിനും പുറമെ
അവസാനം സക്കറാത്തിന്റെ സമയം ഹബീബിനെ കാണിക്കുമ്പോ തങ്ങളെ തിരിച്ചറിഞ്ഞ് പോകാൻ ആശിക്കുന്ന വിശ്വാസികളുണ്ടോ? ആശിക്കുന്ന വിശ്വാസിനികളുണ്ടോ? നിന്നതാ കഫൻ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിന്റെ പേരിൽ അതാ നിസ്കാരം നിർവഹിക്കപ്പെട്ടിട്ട് ഖബറാകുന്ന വീട്ടിലേക്ക് യാത്രയാക്കുന്ന അന്ത്യയാത്രയില്ലേ? അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറെന്നല്ലേ തങ്ങൾ പറഞ്ഞത്? ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പമാണെന്നും ആ ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണെങ്കിൽ ശേഷമുള്ളത് വല്ലാത്ത ഗൗരവമാണെന്നും ഹബീബ് അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് പാഠം നൽകിയിട്ടില്ലേ? ആ ഖബറിൽ ഹബീബ് നിന്നെ സ്വീകരിക്കാൻ വേണോ? തങ്ങൾ നിന്നെ സ്വീകരിക്കാൻ വേണോ? അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ആശിക്കുന്ന ജനങ്ങളെ, അവിടുത്തെ ജിവാറിലായി സ്വർഗത്തിൽ ഒരു ചെറിയ ചാൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളെ, എല്ലാ രോഗങ്ങളും സുഖപ്പെട്ട് കിട്ടാൻ, എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടാൻ, എല്ലാ ആവശ്യങ്ങളും പൂർത്തിയായി കിട്ടാൻ, എല്ലാത്തിനും പുറമെ ആഖിറം വിജയിച്ചു കിട്ടാനുള്ള വലിയ വഴിയാണ് ജനങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, ആ തങ്ങളെ മദ്ഹ് ചെയ്യുക. ആ സ്നേഹം ഖൽബിൽ കിട്ടിയാൽ, അവിടുത്തെ കണക്ഷൻ കിട്ടിയാൽ റബ്ബനല്ലാതെ ഒരാളെ പേടിക്കേണ്ടതില്ല. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇൽമില്ലാത്ത അമലില്ലാത്ത ഈമാനും അമലും കുറവുള്ള നമ്മൾക്ക് റസൂലുള്ളാഹിന്റെ പിടുത്തം നിലനിർത്തി തരട്ടെ. അവിടുത്തെ ഇഷ്ഖ് അല്ലാഹ് വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ ഹുബ്ബ് അല്ലാഹ് കൂട്ടിത്തരട്ടെ. അതിന് ധാരാളം സ്വലാത്ത് ചൊല്ലണേ, ആവുന്നത്ര സ്വലാത്ത് ചൊല്ലണേ. ഫർദ് നിസ്കാരം മുറ പോലെ നിർവഹിച്ച് റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിലനിർത്തി ദുഹാ നിസ്കരിക്കാൻ പറ്റുന്നവർ അങ്ങനെ നിസ്കരിക്കുക. അതുപോലെ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്നവർ അങ്ങനെ നിസ്കരിക്കുക. എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും ചെറുപ്പക്കാരെ ഒരു 11 സ്വലാത്ത് നിങ്ങൾ പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന 11 സ്വലാത്ത് മൗത്ത് വരെ നിലനിർത്തണേ. തെറ്റ് ചെയ്ത കണ്ണാണെങ്കിലും ആ കണ്ണിന്റെ തിന്മൊക്ക അല്ലാഹ് മാപ്പാക്കിയിട്ട് തങ്ങളെ നമ്മുടെ ഖൽബിൽ അല്ലാഹ് കാണിച്ചു തരും. തങ്ങളെ മനാമിൽ അല്ലാഹ് കാണിക്കും. അയിമ്മത്തൊക്കെ യഖ്ലത്തിൽ കണ്ടിട്ടുണ്ട്, മനാമിൽ കണ്ടിട്ടുണ്ട്. ആ മഹാന്മാരെ സ്നേഹികളാണ് നമ്മള്. എല്ലാം കൊണ്ടും കുറവുള്ളവരാണെങ്കിലും സ്വാലിഹീങ്ങളെ സ്നേഹിച്ചവരെ റബ്ബ് കൈവടിയൂല എന്ന് തങ്ങൾ അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. നീ ആരെ സ്നേഹിച്ചടോ? സ്നേഹിച്ചവന്റെ കൂടെ സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് തങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? തെറ്റല്ല, തെറ്റുകളും കൂടുതലുള്ള അമലുകളെല്ലാം കുറവുള്ള നമ്മൾക്ക് ഏക ആശ്രയം സ്വാലിഹീങ്ങളല്ലേ? ആ സ്വാലിഹീങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, അവരെ ആദരിക്കണമെങ്കിൽ അത് സുന്നികൾക്ക് മാത്രമേ പറ്റൂ. സുന്നിയല്ലാത്ത ഒരു പുത്തനാശയക്കാരനും അല്ലാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കാൻ പറ്റൂല. അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ പറ്റൂല. എത്രത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയ്യത്തിന്റെ മഖാം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവരാണ് അക്മലുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെപ്പോലും സാധാരണക്കാരാക്കുന്ന വഹാബികൾക്ക് അല്ലാഹ് ആദരിച്ചവരെ ആദരിക്കാൻ കഴിയോ? അതുകൊണ്ട് അത്തരം വിദ്അത്തിന്റെ കക്ഷികളിൽ അകപ്പെടാതെ ഈമാനെ കാത്തു